നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. വടക്കാഞ്ചേരി വാഴാനി ഡാമിൽ 5,98,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന മ്യൂസിക്കൽ ഫൗണ്ടൻ ഫെബ്രുവരി 18-ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. 2024-25 പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി 47 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ആശുപത്രിയിൽ ഗർഭിണികൾക്ക് ആരംഭിച്ച ജനനി പദ്ധതി പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള സ്കൂളുകളിലെ SPC പാസിംഗ് ഔട്ട് പരേഡിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA സല്യൂട്ട് സ്വീകരിച്ചു. ഭക്ഷ്യധാന്യങ്ങളില്ലാത്ത റേഷൻ കടകൾക്ക് മുന്നിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി വാഴാനി ഡാമിൽ 5,98,00,000 രൂപ ചെലവഴിച്ച് സ്ഥാപിക്കുന്ന മ്യൂസിക്കൽ ഫൗണ്ടൻ നിർമ്മാണ ഉദ്ഘാടനം ഫെബ്രുവരി 18-ന് രാവിലെ 10-ന് കേരള ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. വാഴാനിയിൽ സംഘാടക സമിതി യോഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ K രാമചന്ദ്രൻ, DTPC സെക്രട്ടറി വിജയരാജ്, ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സാൽവിൻ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർമാരായ AK സുരേന്ദ്രൻ, VG സുരേഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, വാഴാനി വാർഡ് മെമ്പർ ഷൈനി ജേക്കബ് എന്നിവർ സംസാരിച്ചു. കൊട്ടവഞ്ചി ആരംഭിച്ചു. നമ്മുടെ കൊട്ടവഞ്ചികൾ നിൽക്കുന്നുണ്ട്. അത് DDC യോഗത്തിനകത്ത് ആരംഭിക്കാം. നേരത്തെ ഇവിടെ തുടങ്ങി ചിമ്മിണി രാമ 2024-25 പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി കോർപ്പറേഷൻ തലത്തിൽ 47 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പട്ടികജാതി ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന 47 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങളുടെ വിതരണോദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. 303 പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, 131 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, 63 പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വിവാഹ ധനസഹായം, 70 ദമ്പതികൾക്ക് മിശ്ര വിവാഹ ധനസഹായം, 2 യുവതീ യുവാക്കൾക്ക് വിദേശത്ത് തൊഴിലിന് പോകാനുള്ള ധനസഹായം, 3 വനിതകൾക്ക് ഭൂരഹിത ധനസഹായം എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്കായി 47 ലക്ഷം രൂപയുടെ പട്ടികജാതി ക്ഷേമ പദ്ധതികളാണ് വിതരണം ചെയ്തത്. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ രാജശ്രീ ഗോപൻ, ശ്രീലാൽ ശ്രീധർ, I സതീഷ് കുമാർ, AR രാഹുൽനാഥ്, AB വർഗീസ്, നിമ്മി റപ്പായ്, പട്ടികജാതി വികസന ഓഫീസർ V പ്രഭിത, SC പ്രൊമോട്ടേഴ്സ് ഗുണഭോക്താക്കൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ ഇന്ന് വിളിച്ചു ചേർത്ത മാസ്റ്റർ പ്ലാൻ കൗൺസിൽ യോഗം തട്ടിപ്പ് അജണ്ടയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജയപ്പല്ലൻ. ഏകദേശം 1 വർഷം മുൻപ് ഗവൺമെന്റ് അംഗീകരിച്ചു വന്ന അമൃത് സിറ്റി GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ വീണ്ടും കൗൺസിലിൽ വെച്ച് കൗൺസിലർമാരെയും മാധ്യമപ്രവർത്തകരെയും അതുവഴി ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിച്ച CPM നേതൃത്വത്തിന്റെയും മേയറുടെയും തന്ത്രങ്ങളെ പരാജയപ്പെടുത്തി കോൺഗ്രസ് കൗൺസിലർമാർ തടഞ്ഞ് മണിക്കൂറുകൾ മേയറുടെ ഇരിപ്പിടത്തിന് ചുറ്റും നിന്ന് മുദ്രാവാക്യം വിളിച്ചു. 55-അംഗ കൗൺസിലിൽ കോൺഗ്രസ് കൗൺസിലർമാർ അടക്കം 32 കൗൺസിലർമാർ വിയോജിപ്പ് നൽകുകയും വോട്ടിംഗ് ആവശ്യപ്പെടുകയും ചെയ്ത അമൃത് സിറ്റി മാസ്റ്റർ പ്ലാൻ ഗവൺമെന്റിലേക്ക് അയച്ചുകൊടുത്ത് നിയമവിരുദ്ധമായി ഭരണ സ്വാധീനം ഉപയോഗിച്ച് പാസാക്കിയെടുക്കുകയാണ് ചെയ്തതെന്ന് രാജൻ പല്ലൻ ആരോപിച്ചു. ഗവൺമെന്റ് അംഗീകരിച്ച 12 സ്കീമുകൾ കൗൺസിൽ അറിയാതെ റദ്ദ് ചെയ്ത് ഭൂമാഫിയക്കും കെട്ടിട നിർമ്മിതർക്കും വേണ്ടിയാണെന്നും ആയതുകൊണ്ട് അഴിമതിയാണെന്നും വരുന്ന തലമുറയോട് കാണിക്കുന്ന കൊലച്ചതിയാണെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, ജോൺ ഡാനിയൽ, ജയപ്രകാശ് പൂവത്തിങ്കൽ, K രാമനാഥൻ എന്നിവർ പ്രസംഗിച്ചു.
കൗൺസിൽ യോഗത്തിൽ നിന്നും LDF കൗൺസിലർമാരായ ഷീബ ബാബു, ബീന മുരളി, CP പോളി, സുകുമാരൻ എന്നിവർ വിട്ടുനിന്നു. നിയമപരമല്ലാത്ത മാസ്റ്റർ പ്ലാനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. പുത്തൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഗർഭിണികൾക്കായി ആരംഭിച്ച ജനനി പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ആയുർവേദ ആശുപത്രിയിൽ നടത്തിയ പരിപാടിയിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പരിധിയിലെ ഗർഭിണികളായ സ്ത്രീകൾക്ക് ആശുപത്രിയിൽ പേര് നൽകിയാൽ ആവശ്യമായ ചികിത്സകളും മരുന്നുകളും സൗജന്യമായി ജനനി പദ്ധതിയിലൂടെ ലഭിക്കും. ഇതിനായി ആഴ്ചയിൽ ഒരു ദിവസം ഗർഭിണികൾക്ക് മാത്രമായി ഡോക്ടറുടെ സേവനവും ലഭ്യമാക്കും. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസ്ലിൻ ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ നളിനി വിശ്വംഭരൻ, ബിന്ദു സേതുമാധവൻ, HMC മെമ്പർ രാമകൃഷ്ണൻ, സന്തോഷ് കാക്കനാട്ട്, ഡോക്ടർ കൃഷ്ണലയ, യോഗ ഇൻസ്ട്രക്ടർ സൗമ്യ PA എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് വനിതാ സെൽ പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. ഉദ്ഘാടനം ഇവിടെ വളരെ വൃത്തിയായിട്ട് തന്നെ നമ്മുടെ ഡോക്ടറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പറഞ്ഞു. നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ കൂടുതൽ സേവനങ്ങൾ നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനും മീതെ നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെയും ചെയ്യാത്ത മറ്റു കേന്ദ്രങ്ങളിൽ നോക്കി കാണാത്തൊരു കാര്യമാണ് നമ്മുടെ ഈ ജനനി പദ്ധതി. മറ്റു പഞ്ചായത്തുകളിലൊന്നും ഇത്തരമൊരു പദ്ധതി തുടങ്ങി വെച്ചിട്ടില്ല എന്നാണ് അറിവ്. നമുക്ക് ജനനി എന്ന് തുടങ്ങിയപ്പോൾ തന്നെ എനിക്കിത് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു തുക മാറ്റി വെച്ചാൽ അത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും. സ്വാഭാവികമായിട്ടും പ്രായമായ ആളുകൾ ആയുർവേദ ആസ്പത്രികളിൽ നിരന്തരം വന്നു പോകുന്ന ആളുകളാണ്. അവർക്ക് കുറച്ച് കുഴമ്പ് അല്ലെങ്കിൽ കുറച്ച് ആസവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അവർ തൃപ്തരാണെന്നല്ല, അവർ ജീവിച്ച പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ച സാധനങ്ങൾ വീണ്ടും കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് വിഭിന്നമായിട്ട് എങ്ങനെയാണ് ആയുർവേദ ആസ്പത്രിയെ നമുക്ക് കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കാവുന്ന തരത്തിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലും നിലനിർത്തുക എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ജനനി, ലഹരി, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ കിടപ്പ് രോഗികളായിട്ടുള്ള രോഗികൾക്ക്. അപ്പോൾ അവർക്ക് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് വീടുകളിലേക്ക് അവരുടെ അസുഖത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ വീട്ടിലത്തെ ആളുകൾ വന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കുഴമ്പ്, കഷായം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള സ്കൂളുകളിൽ SPC പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള GGHS വടക്കാഞ്ചേരി, GBHS വടക്കാഞ്ചേരി, GMRS വടക്കാഞ്ചേരി എന്നീ സ്കൂളുകൾ ചേർന്നുള്ള സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് വടക്കാഞ്ചേരി വാഴാനി റോഡിൽ ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിൽ രാവിലെ 8:30 നടന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി മുഖ്യ അതിഥിയായി. കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, വാർഡ് കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, SPC ജില്ലാ നോഡൽ ഓഫീസറും തൃശൂർ സിറ്റി അഡീഷണൽ SPയുമായ KA ശശിധരൻ, വടക്കാഞ്ചേരി പോലീസ് SHO റിജിൻ M തോമസ്, വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസർ ജീൻ സൈമൺ, വിവിധ സ്കൂളുകളിലെ പ്രധാനാധ്യാപകർ, PTA പ്രസിഡന്റുമാർ, ഗാർഡിയൻ SPC പ്രസിഡന്റുമാർ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ, ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ എന്നിവർ പങ്കെടുത്തു. പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത കേഡറ്റുകൾക്ക് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ KK മജീദ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. പരേഡ് കമാൻഡർ GGHS വടക്കാഞ്ചേരിയിലെ കുമാരി നൈന KA, സെക്കൻഡ് കമാൻഡർ GBHS വടക്കാഞ്ചേരിയിലെ മാസ്റ്റർ ദർശൻ ദക്ഷ്, കേഡറ്റുകളുടെ 2 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തി ബെസ്റ്റ് കേഡറ്റായി തെരഞ്ഞെടുത്ത GGHS വടക്കാഞ്ചേരിയിലെ കുമാരി നന്ദന, GBHS വടക്കാഞ്ചേരിയിലെ മാസ്റ്റർ വൈഷ്ണവ്, GMRS വടക്കാഞ്ചേരിയിലെ മാസ്റ്റർ ഹരി എന്നിവർക്കും വിവിധ പ്ലാറ്റൂൺ ലീഡർമാർക്കും ഡ്രിൽ ഇൻസ്ട്രക്ടർമാർക്കും സർവീസിൽ നിന്ന് വിരമിക്കുന്ന GMRS വടക്കാഞ്ചേരിയിലെ പ്രധാനാധ്യാപിക ബുഷറ ടീച്ചർക്കും തൃശൂർ സിറ്റിയിലെ ബെസ്റ്റ് SPC ഡ്രിൽ ഇൻസ്ട്രക്ടറായി തെരഞ്ഞെടുത്ത GGHS വടക്കാഞ്ചേരിയിലെ DI ഗോഡ്വിൻ തോമസ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത മികച്ച വിജയം കരസ്ഥമാക്കിയ മാസ്റ്റർ പ്രജ്വൽ PS, GMRS വടക്കാഞ്ചേരിയിലെ CPO ആയിരുന്ന സെബി ഫ്രാൻസിസ് എന്നിവർക്കുമുള്ള മെമന്റോ സേവ്യർ ചിറ്റിലപ്പള്ളി MLA വിതരണം ചെയ്തു. കാലയളവില് കുട്ടികളെ നേരത്തെ പറഞ്ഞ അർപ്പണബോധത്തോടുകൂടി പരിശീലിപ്പിച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റായി
പാസിംഗ് ഔട്ട് നടത്തി തയ്യാറാക്കുന്ന തീർച്ചയായും ഒരുപക്ഷെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ മുനിസിപ്പൽ ഏരിയയിൽ വിവിധ വിദ്യാലയങ്ങളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് 9ാം ക്ലാസ്സോടു കൂടിയുള്ള പാസിംഗ് ഔട്ടിന് ഇന്ന് തയ്യാറെടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 2 അധ്യയന വർഷങ്ങളിലായി തുടർച്ചയായ പരിശീലനത്തിലൂടെയാണ് ഈ കരുത്ത് നമ്മുടെ കേഡറ്റുകൾ നേടിയിട്ടുള്ളത്. KPCCയുടെ ആഹ്വാനപ്രകാരം ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷ്ണാപുരം റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ നടത്തി. ഒല്ലൂക്കര മണ്ഡലം പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCCയുടെ ഉപാധ്യക്ഷൻ IP പോൾ ഉദ്ഘാടനം ചെയ്തു. PU ഹംസ, ബഷീർ അഹമ്മദ്, തിമോത്തി വടക്കൻ, അനിൽകുമാർ തെക്കൂട്ട്, VM സുലൈമാൻ, CK ഫ്രാൻസിസ്, സുധാകരൻ, സജോ സണ്ണി, രാജൻ സണ്ണി, ശിവദാസൻ, ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. സാധാരണക്കാരുടെ ഒരു സർക്കാരാണെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ അതിന് സമയാസമയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ എടുക്കാണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സർക്കാരാണ് ഇന്നിവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ വൈദ്യുതി ചാർജ് വർധന, അതേപോലെ നമ്മളുടെ വെള്ളക്കരം വർദ്ധിപ്പിച്ചത്, അത് കെട്ടിട നികുതി വർദ്ധിപ്പിച്ചത്, ഈ സർക്കാർ അധികാരത്തിൽ വന്ന പിന്നെ എല്ലാ സാധനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവങ്ങൾക്ക് വേണ്ടിയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. പാവങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ഇത് കുത്തക മുതലാളിമാരുടെ ഒരു സമ്പന്ന വർഗത്തിൻ്റെ പാവം നായ്ക്കളായി മാറിയിട്ടുള്ള പിണറായി സർക്കാരിൻ്റെ ചെയ്തികൾ മുഴുവനും ജനദ്രോഹ പാവപ്പെട്ട വിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് റേഷൻ കടകളിലെ ഇവിടെ നമ്മൾ റേഷൻ കടയ്ക്കെതിരായല്ല സമരം, പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. നമ്മൾ റേഷൻ കടയ്ക്കെതിരെ സമരമല്ല, റേഷൻ കട വ്യാപാരികൾക്കെതിരെയുള്ള സമരമല്ല, മറിച്ച് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരമാണ്. അവർക്ക് പിന്തുണ ഏകുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലി കോൺഗ്രസ് ദത്തെടുത്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരം. ഇപ്പോൾ 40 കോടി രൂപ കുടിശ്ശിക റേഷൻ കട വ്യാപാരികൾക്ക് ഈ സർക്കാർ കൊടുക്കാനാണ്. തൃശൂർ കോർപ്പറേഷൻ മാസ്റ്റർ പ്ലാൻ ചർച്ച കോൺഗ്രസ് BJP കൗൺസിലർമാർ ഉപരോധിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ അമൃത് മാസ്റ്റർ പ്ലാനിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. മാസ്റ്റർ പ്ലാൻ തട്ടിപ്പാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് BJP കൗൺസിലർമാർ മേയർ MK വർഗീസിനെ ഉപരോധിച്ചത്. ഭൂരിഭാഗം കൗൺസിലർമാർ തള്ളിക്കളഞ്ഞ മാസ്റ്റർ പ്ലാനാണ് പുതിയ മാസ്റ്റർ പ്ലാൻ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. UDF ഭരണസമിതി കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ LDF ഭരണസമിതി ഒന്നും നടപ്പാക്കിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ഒരൊറ്റ ജംഗ്ഷൻ പോലും വികസിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്നും രാജൻ പല്ലൻ പറഞ്ഞു. കോർപ്പറേഷൻ പരിധിയിലെ പാടങ്ങൾ നികത്തി ഭൂമാഫിയയ്ക്ക് വിൽക്കുന്നതിനെതിരെ BJP പ്രതിഷേധിച്ചു. ഭരണപക്ഷം കൊണ്ടുവരുന്ന മാസ്റ്റർ പ്ലാൻ നടപ്പാക്കിയാൽ തൃശൂർ നഗരം വെള്ളക്കെട്ടിലാകുമെന്നും അതിനാൽ വെള്ളത്തിൽ മുങ്ങാതിരിക്കാനുള്ള രക്ഷാപ്രവർത്തന സാമഗ്രികളുമായാണ് BJP കൗൺസിലർമാർ കൗൺസിൽ ഹാളിൽ നടുത്തളത്തിലിരുന്ന് സമരം ചെയ്തത്. ഭൂരിപക്ഷ തീരുമാനം അറിയാൻ വിഷയം വോട്ടിനിട്ട് ഭൂരിപക്ഷം തെളിയിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ സർക്കാർ അംഗീകരിച്ച മാസ്റ്റർ പ്ലാൻ തൃശൂരിന്റെ സമഗ്ര വികസനത്തിനുള്ളതാണെന്നും വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നും ഭരണപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട ലഹളയിൽ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാനാകാതെയാണ് കൗൺസിൽ യോഗം പിരിഞ്ഞത്. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ
0487-237-2374. Mobile 790-227-2374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. അമ്പ പ്രദക്ഷിണത്തിന് ഇടയിലുണ്ടായ അടിപിടിയിൽ ഗുരുതരമായി പരിക്കേൽപ്പിച്ച പ്രതികൾ പിടിയിൽ. പരിയാരം ക്രിസ്ത്യൻ പള്ളിക്ക് സമീപത്തുള്ള അമ്പലത്തിന് മുൻവശം റോഡിൽ വെച്ച് അമ്പ് പ്രദക്ഷിണം കാണാൻ വന്ന കൂടപ്പുഴ ദേശത്തുള്ള ആദികൃഷ്ണൻ, എലിഞ്ഞിപ്ര ദേശത്തുള്ള ജോയൽ, ചാലക്കുടി ദേശത്തുള്ള അമർ മാലിക് എന്നിവരെ അമ്പ് പ്രദക്ഷിണത്തിനിടയിലുണ്ടായ വഴക്കുമായി ബന്ധപ്പെട്ട വിരോധത്താൽ പ്രതികൾ കത്തികൊണ്ട് നെഞ്ചിലും വയറിലും പുറത്തും പലതവണ കുത്തുകയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പ്രതികളായ മാർട്ടിൻ, അഖിൽ, ഷെറിൻ, ഡെനീഷ്, ലിൻഡോ, മെബിൻ എന്നിവരെ കെ സുമേഷിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവൻ അറസ്റ്റ് ചെയ്തു. ഒരിടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ പ്രതിഷേധം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC നിയമിച്ച സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായാണ് പോസ്റ്റർ ഇറങ്ങിയിട്ടുള്ളത്. കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. DCC പ്രസ് ക്ലബ്ബ്, CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്നിവയ്ക്ക് മുന്നിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ DCC ഓഫീസിന് മുന്നിൽ ദിവസങ്ങളോളം തുടർച്ചയായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഭക്ഷ്യധാന്യങ്ങളില്ലാത്ത റേഷൻ കടകൾ. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ കിഴക്കുംപാട്ടുകര SNDP ജംഗ്ഷനിലുള്ള റേഷൻ കടയ്ക്ക് മുന്നിൽ തൃശൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജോർജ് ചാണ്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ധർണയിൽ KPCC സെക്രട്ടറിയും കിഴക്കമ്പാട്ടുകര വാർഡ് കൗൺസിലറുമായ ജോൺ ഡാരിയൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലശ്ശേരി, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ TR സന്തോഷ്, ഹാപ്പി മത്തായി, ബ്ലോക്ക് കമ്മിറ്റി മെമ്പർമാരായ ഷാജു കുറ്റിക്കാട്ട്, ഹാമി മത്തായി, ജോബി കുഞ്ഞാപ്പു, മോഹൻ ഇമ്മട്ടി, പ്രഭുദാസ്, ഡേവി പുളിക്കൻ, ഡിവിഷൻ പ്രസിഡന്റ് ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഗ്രിൻഡോ ബാബു, ബൂത്ത് പ്രസിഡന്റ് വിനു, സജി പുളിക്കൻ, ഷാജി വടക്കൻ, AG രവീന്ദ്രൻ, ജേസൺ മാളിയേക്കൽ എന്നിവർ പങ്കെടുത്തു. ഈ സമരം കേരളം ഒട്ടാകെ സംഘടിപ്പിച്ചിട്ടുണ്ട്.
കേരളത്തിലെ പിണറായി സർക്കാരിന് ജനങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തയില്ല, ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ഒരു ചിന്തയില്ല. നൽകുന്നതെല്ലാം എൻ്റെ ഔദാര്യം എന്ന നിലയ്ക്കാണ് പിണറായി വിജയൻ ജനങ്ങളുടെ ലഭിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് കാണുന്നത്. അതുതന്നെയാണ് റേഷൻ സംവിധാനത്തിലും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിലെ റേഷനിങ് വിതരണം അപ്പാടെ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെ കോടികളുടെ പദ്ധതികൾ കൊടുന്ന് അതിൽ കമ്മീഷൻ പറ്റുന്നതിലാണ് പിണറായി വിജയന് ഏറ്റവും വലിയ താല്പര്യമെന്നുള്ളത്. അത് ബ്രൂവറി വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. പാലക്കാട് ജനങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവരുടെ ചിന്തകൾക്കെതിരായി, അവരുടെ അവകാശങ്ങൾക്കെതിരായി അവിടെ ഏകപക്ഷീയമായി ബ്രൂവറി കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് പിണറായി വിജയൻ. നമുക്കറിയാം, പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയെ അപേക്ഷിച്ച് ഏറ്റവും അധികം വെള്ളം ലഭിക്കാത്തൊരു സ്ഥലമാണ്. അവിടെയാണ് ഒരു ജലചൂഷണം ബ്രൂവറിയിലൂടെ പിണറായി വിജയൻ നടപ്പാക്കുന്നത്. ഇത് ബ്രൂവറിയുടെ വിഷയത്തിൽ മാത്രമല്ല, നിരവധി വിഷയങ്ങളിൽ ജനങ്ങളെ ബാധിക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് ടി വി വെച്ചാൽ എല്ലായിടത്തും. എല്ലാ ആളുകളെ വന്യമൃഗങ്ങൾ, ആനയും കടുവയും പുലിയും ഒക്കെ ജനങ്ങളെ ആക്രമിക്കുകയാണ്. ഒരു ഇടപെടലും പിണറായി സർക്കാർ നടത്തുന്നില്ല. മരിച്ചവർക്ക് അവകാശപ്പെട്ട പൈസ കൈമാറുന്നു. അതുകൊണ്ടായില്ലല്ലോ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ട പിണറായി വിജയൻ സർക്കാർ ഈ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യുന്നു, എന്ത് നടപടികൾ എടുക്കുന്നു എന്നുള്ളതല്ലോ. അവിടെയൊന്ന് ഫെൻസിങ് സ്ഥാപിച്ച് കാടും നാടും തമ്മിൽ വേർതിരിക്കുവാനുള്ളൊരു നടപടി പിണറായി വിജയൻ എടുക്കുന്നില്ല. അപ്പോൾ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അത്തരം സേവനങ്ങൾ ഇല്ലാതാക്കുകയും ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ ഇല്ലാതാക്കുന്നു. അതുമാത്രമല്ല, പിണറായി വിജയന്റെ കുടുംബത്തിന് വേണ്ട സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പിണറായി വിജയൻ പോകുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കേസുകാരൻ ഉൾപ്പെടെ നിരന്തരമായ സമരത്തിലാണ് പിണറായി വിജയനുമായി ഈ സർക്കാരിനെതിരെ. ഇനിയും ഒരിക്കൽ കൂടി ഈ സർക്കാർ അധികാരത്തിൽ വരാതിരിക്കുവാനുള്ള സമര പരിപാടികളുമായി കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് വേണ്ടി റേഷൻ വിതരണം സുഗമമാക്കുക, റേഷൻ കടയിൽ വരുന്ന എല്ലാ ജനങ്ങൾക്കും സാധന സാമഗ്രികൾ കൃത്യമായി ലഭിക്കുന്ന ഒരു സംവിധാനം ഉറപ്പുവരുത്തുക എന്ന വിഷയം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരം നടത്തുന്നത്. ഞാൻ കൂടുതലായി ഒന്നും കിടക്കുന്നില്ല. എല്ലാ വിഷയങ്ങളെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട നേതാക്കൾക്ക് കൃത്യമായി അറിയുന്നതുകൊണ്ട് ദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നു പോകേണ്ടതില്ല. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജ് NABH അക്രഡിറ്റേഷൻ സെറിമണി ജനുവരി 31 6 മണിക്ക് വൈദ്യരത്നം ആയുർവേദ കോളേജ് ക്യാമ്പസിൽ NABH പ്രഖ്യാപനവും ഉദ്ഘാടനവും റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ VN പ്രസന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ ET നീലകണ്ഠൻ മൂസ് അധ്യക്ഷത വഹിക്കും. മേയർ MK വർഗീസ് മുഖ്യാതിഥിയായിരിക്കും. ദേശീയ സംസ്ഥാന തലത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവാർഡുകൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ രഘുനാഥൻ തോട്ടപ്പള്ളി, ഡോക്ടർ PK അബ്ദുൾ റൌഫ് എന്നിവരും പങ്കെടുത്തു. പ്രണയത്തിൽ നിന്നും യുവതി പിന്മാറിയതിനെ തുടർന്ന് 23-കാരൻ യുവതിയുടെ വീട്ടിലെത്തി സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കണ്ണാറ സ്വദേശി ഓലിയാനിക്കൽ വീട്ടിൽ 23 വയസ്സുള്ള അർജുൻ ലാലാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് യുവതിയുടെ കുട്ടനെല്ലൂരിലെ വീട്ടിൽ ഇയാൾ എത്തിയത്. തുടർന്ന് ജനൽ ചില്ലുകൾ കല്ലെറിഞ്ഞു തകർത്തു. ഇതിനുശേഷമാണ് സിറ്റൗട്ടിൽ വെച്ച് ഇയാൾ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തിയത്. യുവതിയുമായി 1 വർഷത്തിലേറെ ബന്ധമില്ലാത്ത അവസ്ഥയായിരുന്നു. ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി മുഴക്കിയിരുന്നതായി പറയുന്നു. ഇന്നലെ സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുന്നതിനിടെ ഇയാൾ ഭക്ഷണം വാങ്ങി വരാമെന്ന് പറഞ്ഞ് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. വഴിയിൽ നിന്നും പെട്രോൾ വാങ്ങിയ ശേഷമാണ് ഇയാൾ യുവതിയുടെ വീട്ടിലെത്തിയത്. പൊള്ളലേറ്റ സ്ഥിതിയിൽ ഇയാളെ കണ്ട് വീട്ടുകാരാണ് നാട്ടുകാരെ വിവരമറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി ആശുപത്രിയിലാക്കി. ബുധനാഴ്ച പുലർച്ചെ 3:30യോടെയാണ് മരിച്ചത്. കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി നടത്തറ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വളണ്ടിയർ പരിശീലനം സംഘടിപ്പിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്ത് ഉദ്ഘാടനം ചെയ്തു. ജനുവരി 30 മുതൽ ഫെബ്രുവരി 12 വരെയാണ് കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശനം നടത്തുന്നത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശാലിനി, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കണ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു.
സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. റിവൈവൽ തൃശൂർ. പരിശുദ്ധാത്മ കവിഞ്ഞൊഴുക്കുന്ന 7 ദിനങ്ങൾ. ഇക്കണ്ടവാരി റോഡ്, മനോരമ ഓഫീസിന് സമീപം, തൃശൂർ. 2025 ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ബ്രദർ അനു ജേക്കബ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. കൃപാവരപ്രാപ്തരായ 40ഓളം അനുഗ്രഹീത അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു, ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വാർത്തകളിലേക്ക്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന മികവോത്സവം ഫെബ്രുവരി 1 സാഹിത്യ അക്കാദമി ഹാളിൽ രാവിലെ 9:30 മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ 14 ജില്ലകളിലെ വിവിധ വിദ്യാലയങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഫെബ്രുവരി 1 നടക്കുന്ന മികവോത്സവത്തിന് എത്തിച്ചേരുന്ന കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ അവതരണത്തിൽ പങ്കാളികളാകും. 800ഓളം പേർ പരിപാടിയിൽ പങ്കാളികളാകും. വാർത്താ സമ്മേളനത്തിൽ PK ഷാജൻ, K ബദറുന്നീസ, CA നസീർ, K പ്രമോദ്, C സാജൻ ഇഗ്നേഷ്യസ് എന്നിവർ പങ്കെടുത്തു. പുന്നൂർക്കുളം സൈനുദ്ദീന്റെ പുതിയ കഥാസമാഹാരമായ ക്രിമിനൽ താമസിച്ചിരുന്ന വീട് ഫെബ്രുവരി 2 രാജ്യസഭാംഗമായ PP സുനീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലങ്കോട് ലീലാകൃഷ്ണൻ പുസ്തകത്തിന്റെ പ്രദർശനം നിർവഹിക്കും. PK പാറക്കടവ് ആദ്യ പ്രതി ഏറ്റുവാങ്ങും. EM സതീശൻ, ഡോക്ടർ S ഗിരീഷ് കുമാർ, KS ശ്രുതി, CV പൗലോസ്, GB കിരൺ, CG ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ EM സതീശൻ, പുന്നൂർക്കുളം സതീശൻ, GB കിരൺ എന്നിവർ പങ്കെടുത്തു. കൊച്ചി വലിയ തമ്പുരാൻ കേരളവർമ്മ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ബുധനാഴ്ച രാവിലെ തൃശൂരിൽ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ തൃശൂരിൽ നടക്കും. കിളിമാനൂർ കൊട്ടാരത്തിലെ സൗദാമിനി വർമ്മയാണ് പത്നി. മക്കൾ ഡോക്ടർ പ്രമോദ് വർമ്മ, പ്രജോദ് വർമ്മ. മരുമക്കൾ ലേഖ വർമ്മ, നീലിമ വർമ്മ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി വാഴാനി ഡാമിൽ 5,98,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന മ്യൂസിക്കൽ ഫൗണ്ടൻ ഫെബ്രുവരി 18 മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. 2024-25 പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി 47 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ആശുപത്രിയിൽ ഗർഭിണികൾക്ക് ആരംഭിച്ച ജനനി പദ്ധതി പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള സ്കൂളുകളിലെ SPC പാസിംഗ് ഔട്ട് പരേഡിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA സല്യൂട്ട് സ്വീകരിച്ചു. ഭക്ഷ്യധാന്യങ്ങളില്ലാത്ത റേഷൻ കടകൾക്ക് മുന്നിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ ധർണ നടത്തി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.